അനീഷിന്റെ അടുത്ത് മുൻഷിയുടെ എല്ലാ ചൊറികളും ഒന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കി മുൻഷി ഇപ്പൊ അനീഷിനെ ചൊറിയാൻ പോകുന്നത് നിർത്തിയിട്ട് അനീഷിന്റെ മുന്നിൽ വെച്ച് നമ്മുടെ അനുമോളെ ചൊറിയാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല മുൻഷി ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, ഇതുവരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ പറ്റാത്തത്, ഇവരൊക്കെ ഇങ്ങനെ ഗെയിം കളിക്കുന്നതെല്ലാം കണ്ട് പഠിച്ചു വന്നിട്ട് അതേ ഗെയിം ഒന്ന് ഇട്ട് നോക്കുകയാണ്. അപ്പൊ ലൈവിൽ നടന്ന വലിയ വലിയ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പൊ രാവിലെ അനീഷുമായിട്ട് മുൻഷി ഒന്ന് നടത്തമൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ അനുമോള് കിച്ചണിൽ ഇരിക്കുകയാണെങ്കിൽ അതാണ് ഒരു ദിവസത്തെ മൊത്തത്തിലുള്ള ഒരു കോണ്ടന്റ് എന്നറിയാവുന്ന മുൻഷി അവിടേക്ക് പോവുകയാണ്. അതായത് കിച്ചണിൽ പോയി സഹായിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ അവിടെ പോയി പിന്നെ ഓരോന്ന് അനുമോളെ ഇട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാണ്. അനുമോൾക്ക് മനസ്സിലായി മുൻഷി മൊത്തത്തിൽ ചൊറിയാണ്. കാരണം മുൻഷി അനീഷിനെ ഇട്ട് ചൊറിയുന്നതൊക്കെ അനുമോൾ കാണുന്നുണ്ട്. അപ്പൊ തന്നെയും ഇങ്ങനെ ചൊറിയാൻ വേണ്ടി തന്നെയാണ് മുൻഷി റെഡിയായി വന്നിരിക്കുന്നത് എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് പിന്നെ മൊത്തത്തിലുള്ള ഒരു ഏകദേശ അന്തരീക്ഷം അനുമോൾക്ക് പിടികിട്ടി. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്നവരടുത്തും അനുമോൾ ഒന്ന് ഒരു എന്താ പറയാ, ഒരു കവർ ചെയ്തിട്ടേ നിൽക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ താൻ കൂടുതൽ പ്രതികരിക്കരുത് എന്നൊരു തീരുമാനം അനുമോൾക്ക് വന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ മുൻഷി സവാള എരിയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സവാള എരിയുന്ന നമ്മുടെ അനുമോളുടെ ഒരു രീതി ഉണ്ടല്ലോ, അത് ചിലരുടെ ഒരു സ്വഭാവമാണ്. അവർക്ക് അവരുടെ കൈകൊണ്ട് അത് അത്രയും ചെയ്തു തീർക്കാതെ ഒരു തൃപ്തി ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ മുൻഷി സവാള എരിയുന്ന സമയത്ത് അത് അങ്ങനെയല്ല, അത് കറക്റ്റായിട്ട് ഇങ്ങനെ അരിയണം എന്നാലേ പറ്റൂ. അപ്പോഴത്തേക്കും ഇതിപ്പം നീ ഇങ്ങനെയല്ലേ നീ ചെയ്യത്തോളൂ, നിനക്കല്ലേ ചെയ്യാൻ താല്പര്യമുള്ളൂ, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ലല്ലോ എന്നൊരു രീതിയിലേക്ക് മുൻഷി സംസാരിക്കുന്നുണ്ട്. നൂറ് അന്നേരം അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ മുൻഷി ചേട്ടൻ സഹായിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, ഞാൻ സവാള ഒന്ന് അരിയാൻ തുടങ്ങിയപ്പോഴത്തേക്കും അത് അങ്ങനെയല്ലെന്ന് പറഞ്ഞത് അങ്ങ് അനുമോള് മേടിച്ചു എന്ന് പറയുന്നു. അപ്പം നൂറ പറയുന്നുണ്ട്. അപ്പൊ നൂറയ്ക്ക് മറുപടി ഒന്നും അനുമോൾ കൊടുക്കുന്നില്ലെങ്കിലും നൂറ ഇപ്പൊ പറയുന്നുണ്ട്, അത് അനുവിന്റെ സ്വഭാവം അങ്ങനെയാ എന്ന് പറഞ്ഞിട്ട് നൂറ അങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഏതായാലും ഈ 2 ദിവസം ആയപ്പോഴത്തേക്കും നൂറയ്ക്കും നൂറയ്ക്കും ആദിലയ്ക്കും അനുമോളോട് മിണ്ടാൻ ഒരു താല്പര്യവും ഇല്ലെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് അനീഷ് വെസൽ കഴുകിക്കൊണ്ടിരിക്കുകയാണ്, മീൻസ് പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. തിരിഞ്ഞു നിന്ന് അനുമോളുടെ കാര്യം നോക്കി ഒന്നും മിണ്ടാതെ ഓരോന്ന് ചെയ്യാണ്. അപ്പൊ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മുൻഷി അനുമോളോട് നീ ഫുഡൊന്നും വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ വന്നില്ല, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ നിനക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ അതൊക്കെ എന്ത് പറച്ചിലാണ്, എന്തൊക്കെയായാലും നിനക്ക് അറിയാമല്ലോ. അപ്പൊ ഉടനെ പറയുന്നുണ്ട്, ചേട്ടാ ഇവിടെ വന്നിട്ട് എന്തായാലും ശരി നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അടുക്കളയിലൊക്കെ പോയി കാണുമല്ലോ, അതൊക്കെ കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവും. പിന്നെ അവിടെ ഈ പറയുന്ന ഉണ്ടാക്കുമ്പോൾ ഉള്ള പൊടികളെല്ലാം ഒന്നും ഇട്ടല്ല ഞാൻ ഈ ഫുഡൊന്നും ഉണ്ടാക്കുന്നത്.